Dear students, in today's class we are going to discuss about financial assets, tangible and intangible assets. So, let us start with the question, what is an asset? An asset is something that contains economic value or future benefit. An asset can often generate cash inflows in future, such as machinery, financial security, or patents, and so on. Individuals, companies, and government own assets. ഫ്യൂച്ചറിൽ ഇക്കണോമിക് വാല്യൂ തരുന്ന എന്തിനേയും നമുക്ക് ഒരു അസറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതൊരു മെഷീനറി ആയിരിക്കാം, ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ആയിരിക്കാം, ഒരു പാറ്റന്റ് അല്ലെങ്കിൽ ഒരു കോപ്പിറൈറ്റ് ആയിരിക്കാം. അതിനെ എല്ലാം തന്നെ നമ്മളൊരു അസറ്റ് കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസ്, ഗവൺമെന്റ്, അതുപോലെ ഡിഫറെന്റ് കമ്പനീസ് എല്ലാത്തിനും തന്നെ അവരുടേതായ അല്ലെങ്കിൽ അവർ ഓൺ ചെയ്യുന്ന അസറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, what is the difference between financial and physical assets? Financial assets and physical assets both represent such ownership of value, even though they are very different to each other based on their features and characteristics. Next നമ്മൾ നോക്കുന്നത് what is the difference between financial and physical assets എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ അസറ്റ് ആയിക്കോട്ടെ ഫിസിക്കൽ അസറ്റ് ആയിക്കോട്ടെ രണ്ടിനും ഓണർഷിപ്പ് വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അസറ്റിന്റെ ഫീച്ചർ ഫിനാൻഷ്യൽ അസറ്റിലും ഫിസിക്കൽ അസറ്റിലും നമുക്ക് കാണാൻ പറ്റുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഫിനാൻഷ്യൽ അസറ്റ് ആയിക്കോട്ടെ ഫിസിക്കൽ അസറ്റ് ആയിക്കോട്ടെ രണ്ടിനും ഫ്യൂച്ചറിൽ ഒരു ഇക്കണോമിക് വാല്യൂ ഉണ്ട്. At the same time, they are very different to each other. Simply, financial assets have no physical worth, or simply it is like a document. At the same time, physical assets have physical worth. Okay? So, let us discuss what is financial asset. An asset that derives value because of a contractual claim is called financial asset. ഒരു കോൺട്രാക്ച്വൽ ക്ലെയിമിന്റെ ഭാഗമായി ഒരു വാല്യൂ, ഒരു ഇക്കണോമിക് വാല്യൂ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് വാല്യൂ ഉള്ള അസറ്റ്സിനെയാണ് നമ്മൾ സിംപ്ലി ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. Financial assets derives value because of a contractual claim. Unlike land and property, which are tangible physical assets, financial assets do not necessarily have physical worth. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിസിക്കൽ വർത്ത് ഫിനാൻഷ്യൽ അസറ്റിന് വേണമെന്ന് നിർബന്ധമില്ല. Financial assets are non-physical assets. Those can be readily convertible into cash. ഫിസിക്കൽ അസറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ്സിനെ നമുക്ക് ഈസിലി ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ അസറ്റിന് കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ട്. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ? ഫിസിക്കൽ അസറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ അസറ്റ് മോർ ലിക്വിഡ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് എന്നുള്ളത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ബാങ്ക് ബാലൻസ്, ഷെയർസ്, ബോണ്ട്, സ്റ്റോക്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ്, ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ ബിൽസ് or bill receivables
അതെല്ലാം നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ് ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ലൈക്ക് വൈസ് ബോണ്ട്, സ്റ്റോക്ക്, ക്യാഷ് or cash equivalents, derivatives, bank deposits, loans and receivables. ഇതെല്ലാം ഫിനാൻഷ്യൽ അസറ്റ്സിന് എക്സാമ്പിൾസ് ആണ്, or different types of financial assets ആണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം. Then next we are going to discuss what is a physical asset. Tangible assets and can be seen and touched with a very identifiable physical presence. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ അസറ്റ്സ്. So physical assets are tangible assets and can be seen and touched with very identifiable physical presence. ഫിസിക്കൽ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയും. ഈവൻ ഫിസിക്കൽ അസറ്റ്സിന് ഒരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ലാൻഡ് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, ഒരു ഫിസിക്കൽ പ്രസൻസ് അവിടെയുണ്ട്. ബിൽഡിങ്സ്, മെഷീനറി, പ്ലാന്റ്സ്, ടൂൾസ്, എക്യുപ്മെന്റ്, വെഹിക്കിൾസ്, ഗോൾഡ്, സിൽവർ ആൻഡ് സോ ഓൺ. ഇതെല്ലാം ഫിസിക്കൽ അസറ്റ്സിന് ഒരു എക്സാമ്പിൾ ആണ്. ഫിസിക്കൽ അസറ്റ്സിന് നമ്മൾ സംടൈംസ് റിയൽ അസറ്റ്സ് എന്നുള്ള ടേമും കൂടെ യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ the financial asset and physical asset is that physical assets are tangible and financial assets are not. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു മെയിൻ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഫിസിക്കൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും സാധിക്കും, അതിനൊരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഫിനാൻഷ്യൽ അസറ്റിന് അത് നിർബന്ധമില്ല. Physical assets usually depreciate or lose value due to wear and tear, whereas financial assets do not experience such reduction in value due to depreciation. The next difference ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഫിസിക്കൽ അസറ്റ് യൂഷ്വലി ഡിപ്രീഷിയേറ്റ് ചെയ്യും. അതായത് ഫിസിക്കൽ അസറ്റ്സ് ഇപ്പോൾ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു മെഷീനറി നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് വെയർ ആൻഡ് ടിയർ എക്സ്പീരിയൻസ് ചെയ്യും, അല്ലെങ്കിൽ അത് ക്ഷയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കൂടുതലായിട്ട് ഒരു മെഷീനറി യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഫിനാൻഷ്യൽ അസറ്റിന് ഈ ഒരു ഡിപ്രീസിയേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, then financial assets may lose value to change in market interest rate, fall in investment returns or fall in stock market prices. At the same time നമ്മൾ പറഞ്ഞു depreciation financial assets ഫേസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു ഷെയർ, ഇക്വിറ്റീസ്, അതൊന്നും എക്സാക്ട് മീനിങ്ങിൽ ഡിപ്രീസിയേഷൻ്റെ എക്സാക്ട് മീനിങ്ങിൽ ആ ഒരു ഡിപ്രീസിയേഷൻ അവർ ഫേസ് ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട്, അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചസിനൊക്കെ അനുസരിച്ചിട്ട് അവരുടെ വാല്യൂസിൽ ചേഞ്ചസ് വരാം. Physical assets also require maintenance, upgrades and repairs, whereas financial assets do not incur such expenses. അപ്പം നമ്മൾ ഫിസിക്കൽ അസറ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ അസറ്റിന് എന്തായാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം, ഈവൻ റിപ്പയർ ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്കൊരു ഫേം ഉണ്ട്, ആ ഒരു ഫേമിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, എ ലോട്ട് ഓഫ് ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് നമ്മളുടെ കയ്യിലുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ എന്തായാലും അതിൻ്റെ മെയിൻ്റനൻസ് ഓരോ കൊല്ലം തോറും അല്ലെങ്കിൽ ഈവൻ മന്ത്ലി അത് നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരും. അറ്റ് ദ സെയിം ടൈം ഒരു ഫിസിക്കൽ അസറ്റാണ് ഒരു ഫിനാൻഷ്യൽ അസറ്റാണ് നമ്മളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള മെയിൻ്റനൻസ് അല്ലെങ്കിൽ റിപ്പയേഴ്സിൻ്റെ യാതൊരു തരത്തിലുള്ള ആവശ്യവുമില്ല. ഈ പറഞ്ഞതാണ് ഫിനാൻഷ്യൽ അസറ്റും അതുപോലെ ഫിസിക്കൽ അസറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് നമ്മൾ കാണിച്ചിട്ടുള്ള സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഫിനാൻഷ്യൽ അസറ്റിൽ വരുന്ന ഐറ്റംസ് എന്താണ്, ഫിസിക്കൽ അസറ്റിൽ വരുന്ന അസറ്റ്സ് എന്തെല്ലാം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ അസറ്റിൽ വരുന്ന ഡിഫറെന്റ് ഐറ്റംസ് ആണ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് സ്റ്റോക്ക്, ബാങ്ക് ഡെപ്പോസിറ്റ്, പെൻഷൻ ഫണ്ട്, ബോൺസ്, റിസീവബിൾസ്. ഓക്കെ, അതുപോലെ ഫിസിക്കൽ അസറ്റ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് റിയൽ എസ്റ്റേറ്റ്, ഓയിൽ, കളക്ടബിൾസ്, പ്രഷ്യസ് ജെംസ്, പ്രഷ്യസ് മെറ്റൽസ്, ലൈഫ് സ്റ്റോക്ക്. അതൊക്കെ ഫിസിക്കൽ അസറ്റിന്റെ പാർട്ടാണ്. Then we are going to discuss about what is tangible asset and what is intangible asset. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടാൻജിബിൾ അസറ്റ് ആൻഡ് ഇൻടാൻജിബിൾ അസറ്റ്. ബോത്ത് ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ അസറ്റ്സ് ആഡ് വാല്യൂ ടു അവർ ബിസിനസ്. ടാൻജിബിൾ അസറ്റ് ആയിക്കോട്ടെ ഇൻടാൻജിബിൾ അസറ്റ് ആയിക്കോട്ടെ രണ്ടിനും ഇക്കണോമിക് വാല്യൂ ഉണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് അതിൻ്റെതായ റിട്ടേൺസ് കിട്ടുന്നുണ്ട്. ബട്ട് tangible assets are physical, whereas intangible assets are non-physical. ടാൻജിബിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള അസറ്റ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇൻടാൻജിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ നോൺ ഫിസിക്കൽ ആയിട്ടുള്ള അസറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ടാൻജിബിൾ അസറ്റ് മീൻസ് we are able to be seen and touched or experienced. നമുക്ക് കാണാൻ സാധിക്കും, അതുപോലെ ടച്ച് ചെയ്യാൻ സാധിക്കും, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതിനൊക്കെയാണ് നമ്മൾ ടാൻജിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇൻടാൻജിബിൾ അസറ്റ്സ് വി cannot or unable to be touched or not having physical presence. അതിനെയാണ് നമ്മൾ സിംപ്ലി ഇൻടാൻജിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ടാൻജിബിൾ അസറ്റിൽ വരുന്ന ഐറ്റംസും അതുപോലെ തന്നെ ഇൻടാൻജിബിൾ അസറ്റിൽ വരുന്ന ഐറ്റംസും. ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ടാൻജിബിൾ അസറ്റ് യു ക്യാൻ ടച്ച് ഇറ്റ്. അറ്റ് ദ സെയിം ടൈം ഇൻടാൻജിബിൾ അസറ്റ് യു കാൺട്ട് ടച്ച് ഇറ്റ്. Tangible assets includes equipment, machinery, buildings, vehicles, stock, land, and cash. And intangible assets, for example, trademark, franchises, copyright, licenses, goodwill, patents, brands, ഇതൊക്കെയാണ് ഇൻടാൻജിബിൾ അസറ്റിൽ വരുന്നത്. അപ്പൊ അതിൽ ജസ്റ്റ് ഒരു ബിൽഡിംഗ് ആണ്, അതൊരു ടാൻജിബിൾ അസറ്റ് ആണ്, നമുക്കതിനെ കാണാൻ പറ്റും. നമ്മളുടെ കയ്യിൽ ഒരു കാർ ഉണ്ട്, അതൊരു ടാൻജിബിൾ അസറ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അതൊരു ടാൻജിബിൾ അസറ്റ് ആണ്, വി ക്യാൻ ടച്ച് ഇറ്റ്. ഓക്കെ, ദെൻ ഇൻടാൻജിബിൾ അസറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തതാണ് ഇൻടാൻജിബിൾ അസറ്റ്സ്. ഫോർ എക്സാമ്പിൾ ട്രേഡ് മാർക്ക്, അതുപോലെ കോപ്പി റൈറ്റ്സ്. നിങ്ങളൊരു പുതിയൊരു പ്രൊഡക്റ്റ് കണ്ടെത്തി, അതിന് കോപ്പി റൈറ്റ് നിങ്ങൾ ഏൺ ചെയ്തു, അത് നിങ്ങൾക്ക് ഒരിക്കലും ടച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ഇൻടാൻജിബിൾ അസറ്റ് ആണ്. ഒരു ബ്രാൻഡ് നെയിം, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്, അത് ഒരിക്കലും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊരു ഇൻടാൻജിബിൾ അസറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ദ ടോപ്പ് മിൽക്ക് ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ ഈസ് അമൂൽ. അതൊരു ബ്രാൻഡ് നെയിം ആണ്, നമുക്കതിനെ ടച്ച് ചെയ്യാൻ സാധിക്കില്ല. ഓർ റെപ്യൂട്ടഡ് മൊബൈൽ ബ്രാൻഡ്സ് ലൈക്ക് സാംസങ്, ആപ്പിൾ ആൻഡ് സോ ഓൺ. ആൻഡ് ദ ലീഡിംഗ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ ലൈക്ക് ഡെൽ, ഏസർ, അതൊക്കെ ഇൻടാൻജിബിൾ അസറ്റിന് എക്സാമ്പിൾസ് ആണ്. നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ടാൻജിബിൾ അസറ്റ്? Tangible assets are physical items that add value to your business. Tangible assets includes cash, land, equipment, vehicle, inventory, and so on. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ physical items ആണ് tangible assets. For example, cash, land, equipment, vehicles, inventory, അതൊക്കെ tangible assetiനുള്ള best examples ആണ്. Then tangible assets can be further broke down into two categories. First one is current and second one is fixed. Current assets are liquid items that can easily be converted into cash within 1 year,
These assets are more liquid than fixed asset. Cash, inventory, and accounts receivables are examples of current assets. The next നമ്മൾ പറയുന്നതാണ് ടാഞ്ചിബിൾ അസറ്റിനെ മെയിനായിട്ട് നമുക്ക് കറണ്ട് അസറ്റ് എന്നും അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് എന്നും കാറ്റഗറി ചെയ്യാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കറണ്ട് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടേമിലാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കുന്ന ഐറ്റംസ് ആണ് നമ്മളുടെ കറണ്ട് അസറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, then what is fixed asset? On the other hand, fixed assets are long-term assets that cannot be converted into cash within 1 year. Within 1 year നമുക്ക് എളുപ്പമൊന്നും ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കാത്ത അസറ്റ്സ് ആണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ്, ലാൻഡ്, എക്യുപ്മെന്റ്സ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ ഫിക്സഡ് അസറ്റിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ബിൽഡിംഗ് അല്ലെങ്കിൽ ലാൻഡ്. ഇപ്പോൾ ഒരു ലാൻഡിനൊക്കെ ക്യാഷ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് പോസിബിൾ ആണ്. പക്ഷെ ആ ഒരു ലാൻഡ് സെയിലൊക്കെ നടന്ന് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ കയ്യിൽ ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം ഡ്യൂറേഷൻ എടുക്കും. ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ നടക്കുന്ന പ്രോസസ്സ് അല്ല. സോ അതുകൊണ്ട് അതിനെ നമ്മൾ ഫിക്സഡ് അസറ്റ് കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. Then what is intangible asset? Unlike tangible asset, intangible assets are non-physical items that add value to our business. For example, patent, trademark, copyright, brand name, license, and so on. And intangible assets sometimes are not easy to convert into cash. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻടാഞ്ചിബിൾ അസറ്റിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു പാറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, അതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തതായിരുന്നു. സംടൈംസ് നമുക്ക് എളുപ്പം അതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല ഈ പറഞ്ഞ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒന്നും. The cost of intangible asset is difficult to determine because they are not physical items. അതുപോലെ തന്നെ ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് വരുന്ന പാറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം, അതിൻ്റെ ഒന്നും കോസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതും പോസിബിൾ അല്ല. Because they are not physical items. Okay, for example, there isn't a price tag on the value of your company's logo. അപ്പോൾ നമ്മളുടെ ഒരു കമ്പനിയുടെ ലോഗോ ഉണ്ടെങ്കിൽ ആ ഒരു ലോഗോന്റെ പ്രൈസ് ടാഗ് എത്രയാണ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണെന്ന് ക്ലിയർ കട്ടായിട്ട് നമുക്ക് പറയാന്നുള്ളതും ആ ഒരു ടൈമിൽ പോസിബിൾ അല്ല. ദെൻ നെക്സ്റ്റ് നമ്മളൊരു ടേബിൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. ടാഞ്ചിബിൾ ഫസ്റ്റത്തെ പോയിന്റ് ഓഫ് ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഫിസിക്കൽ എക്സിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നും രണ്ട് തരത്തിലുള്ള അസറ്റ് ഉണ്ട്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ളതിനെ നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് എന്നും ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഐറ്റംസിനെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നും പറയാവുന്നതാണ്. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഫിക്സഡ് ആൻഡ് കറന്റ്, അതിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് അസറ്റിനെ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞ് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു ടാഞ്ചിബിൾ അസറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്നും അതുപോലെ തന്നെ കറണ്ട് അസറ്റ് എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റിനെ നമുക്ക് ഫിക്സഡ് അസറ്റ് എന്നുള്ള ഒരു കാറ്റഗറി മാത്രമാണ് അവിടെ വരുന്നത്. Then on the basis of depreciation or amortization, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അസറ്റിനെ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് കാറ്റഗറി ചെയ്യാം. ടാഞ്ചിബിൾ അസറ്റിനാണ് ഡിപ്രീസിയേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ടാഞ്ചിബിൾ അസറ്റ് വിസിബിൾ ആണ്, വി ക്യാൻ ടച്ച് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ വെയർ ആൻഡ് ടേർ ഫേസ് ചെയ്യുന്നത് ടാഞ്ചിബിൾ അസറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇൻടാഞ്ചിബിൾ അസറ്റിന് വരുന്നത് അമോർട്ടൈസേഷൻ ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റിന് മാത്രമാണ് അമോർട്ടൈസേഷൻ വരുന്നത്. Amortization is the practice of spreading an intangible assets cost over that asset's useful life. First of all, amortization and depreciation are two methods of calculating the value for business assets over time. Depreciation tangible asset inum, amortization intangible asset inum varunu.
നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻടാഞ്ചിബിൾ അസറ്റിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഒരിക്കലും എന്തെന്നാ ഒരു ഡിപ്രീസിയേഷൻ എന്നല്ല പറയുന്നത്, amortization ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. The next point of difference is risk of loss. Tangible asset may be lost due to accident or natural calamities. But tangible അസറ്റിന് ഒരു റിസ്ക് ഓഫ് ലോസ് ഉണ്ട്. ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റിയുടെ ഭാഗമായിട്ട് ടാഞ്ചിബിൾ അസറ്റ് ലോസ് സംഭവിക്കാം. ടാഞ്ചിബിൾ അസറ്റിന് ഇപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റി വന്നു, നമ്മളുടെ ബിൽഡിംഗ് ചിലപ്പോൾ കൊളാപ്സ് ചെയ്യാം. ഓക്കെ, at the same time intangible asset cannot be lost due to an accident or natural calamity. ഒരു നാച്ചുറൽ കലാമിറ്റി വന്നതിന്റെ ഭാഗമായിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള ഒരു പാറ്റന്റോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോപ്പി റൈറ്റോ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. Then last one is mortgage. Tangible asset can be mortgaged as security for taking loans. നമുക്ക് ലോൺസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജാമ്യം എന്ന നിലയിൽ നമുക്ക് ടാഞ്ചിബിൾ അസറ്റ് വെക്കാവുന്നതാണ്. നമുക്ക് നമ്മളുടെ വീട് വെച്ചുകൊണ്ട് ജാമ്യമായി വെച്ചുകൊണ്ട് നമുക്ക് ലോൺസ് അവൈലബിൾ ആണ്. At the same time, intangible asset cannot be mortgaged as security for taken loans. Normally നമ്മൾ intangible asset mortgage ആയിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ലോൺസ് ഒന്നും കൂടുതൽ എടുക്കാറില്ല. ഫോർ എക്സാമ്പിൾ നമ്മളുടെ കോപ്പി റൈറ്റ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നമ്മളുടെ ബ്രാൻഡ് നെയിമിനെ, നമ്മളുടെ കമ്പനിയുടെ ബ്രാൻഡ് നെയിമിനെ മുൻനിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ ജാമ്യമായി വെച്ചുകൊണ്ട് നമുക്ക് ലോൺ എടുക്കാന്നുള്ളത് പോസിബിൾ അല്ല. ഇത്രയാണ് നമുക്ക് ടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ മെയിൻ ഡിഫറൻസ് ആയിട്ട് പറയാൻ ഉള്ളത്. ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ ഒരു വീഡിയോനെ ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ്സ് ആയി നൽകാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.